ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ കാണിച്ചു തരാം. ഇത് നമ്മുടെ സൺ ചേച്ചിയാണ്. ഇനി അടുത്തൊരാളെ കാണിച്ചു തരാം. ഇത് മിയ ആണ്, ചേച്ചിയാണ്. ഓക്കെ, അപ്പം ഇവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയുക, അറിയുന്നവരുണ്ടെങ്കിൽ ഇവരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി ഇവരെ അറിയത്തേ ഇല്ല എന്നുള്ള കാര്യമാണെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സ് ഇട്ട് തരിക. അത് ആരെങ്കിലുമൊക്കെ മറുപടി നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. കാരണം നമ്മുടെ ഒരു വളരെയധികം വലിയ ഫാൻസ് ഈ കേരളത്തിൽ തന്നെ ഉള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഇവർ ജനിച്ചത് ഒരാൾ ഇന്ത്യൻ വംശജയാണ്, മറ്റേ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓക്കെ എനിവേ എന്തായാലും നമ്മളിപ്പോൾ റൂട്ട് മനസ്സിലാക്കി കാണുമല്ലോ. അതായത് ഈ രണ്ട് വ്യക്തികളെ കാണാത്തവരായിട്ട് ആരുമില്ല, അഥവാ അവരുടേതായിട്ട് കാണാത്തതായിട്ട് ഒന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ശരിക്കും ഒരു ക്രൂരതയല്ലേ അത്? ആത്മാർത്ഥമായിട്ട് പറയണം, ശരിക്കും ഒരു ക്രൂരതയില്ല. അത് മുഴുവൻ കണ്ടിട്ടതിന് ശേഷം മാത്രം എന്നെ തെറി വിളിക്കാൻ ശ്രമിക്കുക. ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണാവോ തോന്നുന്നതെന്ന് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, പ്ലീസ് പ്ലീസ്. എന്താടാ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇത് രേണു സുധി, ആക്ടർ സുധിയുടെ അല്ലെങ്കിൽ കൊമേഡിയൻ മിമിക്രി ആർട്ടിസ്റ്റ് സുധിയുടെ വൈഫാണ്. ഓക്കെ, അവരുടെ പേരിലുള്ള സുധിയാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾ രേണു സുധി എന്നുള്ളതിൽ സുധിയെ മാറ്റുക, നിങ്ങൾ രേണുവായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി രേണു സുധി രേണുവായിട്ട് ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും അവരൊരു വ്യക്തിയാണ്, ഇന്ത്യയുടെ ഫ്രീഡമാണ്, ഇന്ത്യയുടെ കൂടുതൽ ഭരണഘടന നൽകുന്ന ആ ഒരു തരത്തിൽ അവർക്ക് എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് തീരുമാനിക്കാം, ഡിസൈഡ് ചെയ്യാം. ആ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കണ്ട ആ ഒരു പോസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ളതും തോന്നിയോ? ആ കമൻറ്റ് ബോക്സിൽ നമുക്ക് നോക്കാം. അതിനകത്ത് സത്യത്തിൽ ഈ കൊച്ചിനെ കൊണ്ട് കുറേ യൂട്യൂബർമാർ ക്യാഷ് ഉണ്ടാക്കുക ആണോ? ഈസ് ഇറ്റ് ട്രൂ? രേണു സുധിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് നല്ല നടപ്പ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുന്നു. ഞാൻ ചെയ്ത വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു സുധി ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതും മാറ്റി പറയേണ്ടി വരുന്നു. കാരണം ഇപ്പം പറയുകയാണ്, നിങ്ങളടുത്ത് പറയുകയാണ്, ഇത് കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവരോട് പറയുകയാണ്, ഒരു 1000 രൂപ വെച്ച് നമുക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും കൂടെ സുധിച്ചേട്ടനുള്ള ആദരവിനനുസരിച്ച് ഒരു 1000 രൂപ വെച്ച് എല്ലാവർക്കും കളക്ട് ചെയ്ത് രേണു സുധിയുടെ ലൈഫിൽ സെറ്റിൽമെൻറ്റിൽ എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് മൊത്തം സെക്യൂർഡ് ആക്കുന്ന രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ വെച്ച് വിടുന്ന എത്ര പേരുണ്ടാവും? ഒന്ന് കമൻറ്റ് ചെയ്യാം. അവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ വേഷം കെട്ടുന്നത്. അവർ ഈ വേഷം കെട്ടുന്നത് കൊണ്ട്, തെറി വിളിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ആ വേഷം കെട്ടുന്നത്. കാരണം നേരത്തെ കാണിച്ച് 2 ഫോട്ടോ ഉണ്ടല്ലോ, മിയ ഖലീഫ അതുപോലെ തന്നെ സണ്ണി ചേച്ചി ഉയർ എന്ന് പറയുന്നത്, മിയ ഖലീഫ ഉയർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ രേണു സുധിയെ ഇത്രയും മോശം പറയുന്നത്. അതിൻ്റെ കാരണം മരണപ്പെട്ട സുധിയുടെ വൈഫാണ് എന്നുള്ള റീസണാണ്. ഇതൊരു ശരിയായൊരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ അത്രമാത്രം അനാവശ്യം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ, എൻ്റെ കമൻറ്റ് മോളെ ഒരു നല്ലൊരു കമൻറ്റാണ്. മോളെ ഇവരെല്ലാം കൂടി നിന്നെ ചതിക്കുകയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്, അവർ നിന്നെ വെച്ച് റീച്ച് കൂട്ടുന്നു, നിനക്ക് കിട്ടുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ആണ് അവരുടെ വരുമാനം, വൈകിട്ടില്ല, രക്ഷപ്പെടുക. ഇത് തന്നെ എനിക്കും പറയുള്ളൂ. ഏതാണ്ട് 1.4K ലൈക്സ് ആ കമൻറ്റിന് വന്നേക്കുന്നത്. സത്യമല്ലേ? ഈ രേണു സുധിയോട് എനിക്ക് പറയാനുള്ളത്, ഇന്നും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് ഒരിക്കലും കയറി സംസാരിക്കാൻ ആളല്ല. കാരണം അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ള കാര്യമാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ളൊരു സാധനത്തിലൂടെയാണ് ഈ പരിപാടി പോകുന്നത്. മേ ബി ഇങ്ങനൊരു കാര്യത്തിനെ വീണ്ടും നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഞാൻ ബോൾഡാണ്, എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ഇന്ന് തെളിയിക്കാൻ വേണ്ടി സമൂഹത്തിന് ചിലപ്പോൾ കാണിക്കേണ്ടി വരുന്നൊരു ഘട്ടമാണോ എന്നുള്ളതും എനിക്കറിയത്തില്ല. ഇനി അടുത്ത കമൻറ്റ്, സൂം ചെയ്തവൻ ഏതായാലും സ്വന്തം അമ്മയെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നവനല്ല എന്നുള്ള കാര്യം സത്യമാണ്. ഇത് കുറേയൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്നതാണ്, അതായത് ഈ ചെയ്യുന്നവർ. ഇനി അടുത്തവർ പറയുന്നേക്കാം. ഇന്നലെ ഞാനൊരു ആഡ് ഷൂട്ട് ചെയ്യാനായിരുന്നു സിനിമയാണോ അൾട്ടിമേറ്റ് ലക്ഷ്യം? അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ വിളിച്ച ചെല്ലും അഭിനയിക്കും. അവരുടെ ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വളരെ മാന്യമായ മറുപടിയാണ്. അതായത് ഒരു ആഡ് ഷൂട്ടിന് കൊളാബിന് പോയ സമയത്ത് അവർ തന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ക്യാമറാമാൻമാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ കാലിൻ്റെ ഇടയിലേക്ക് സൂം ചെയ്ത് നോക്കും. ചില മഞ്ഞ കുയിലുകളും പച്ച കുയിലുകളൊക്കെ ഉള്ളതുപോലെ അങ്ങ് ഷൂട്ട് ചെയ്യും. എല്ലാം ഈ പറയുന്ന അവർ അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന മഹാത്മാക്കൾ, ഈ കമൻ്റ് ഇടുന്ന ഇവരുടെ മറ്റേ ചെറിയ അവിടെ നിന്ന് ഇവിടെ നിന്ന് പൊടിപ്പ് നിങ്ങൾ കണ്ടതിന് ശേഷം ഇവർ തെറി വിളിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ, വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിൽ, വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ, വീട്ടിൽ മകളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്ത് പെണ്ണുങ്ങളുണ്ടെങ്കിൽ
അവരും പബ്ലിക്കിൻ്റെ മുമ്പിലേക്കൊക്കെ സാരി ഉടുത്തോ മറ്റ് ഡ്രസ്സ് ധരിച്ചോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുനിയെ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങൾ അവർക്കുള്ളതുകൊണ്ട് പബ്ലിക്കിലേക്ക് ഇത് കാണും. അത് ഏതെങ്കിലും ഒരുത്തൻ അതിനെ ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് ആ ഒരു തെറിവിളി കേൾക്കുന്ന സമയത്തല്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ പറയും ഇവരത് കാണിക്കാൻ നിന്നിട്ടല്ലേ, ഇവരെന്ത് കാണിക്കാൻ നിന്നിട്ടെന്നാണ്. രേണുസുതി എന്നുള്ളൊരു സംഭവം അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം ആ വിധവ ജീവിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടുകയാണ്. ഒരുപാട് സംഭവങ്ങൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, നിങ്ങളിൽ പല ആൾക്കാരും വളരെ മാന്യമായിട്ട് തന്നെ സുധിയോടുള്ള സ്നേഹം, അഥവാ മരണപ്പെട്ടു പോയ സുധി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹം കാരണം അവരെന്ത് എങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. അവർ മാന്യമായ വസ്ത്രം ധരിച്ച് ഈ പറയുന്ന എല്ലാ ചട്ടക്കൂടുകളുടെ ഒരു കുലസ്ത്രീ പരിവേഷത്തിൽ എല്ലാം മൂടിപ്പുതച്ച് എല്ലാം ഇതായിട്ടൊക്കെ നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അവർ ഈ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അഭിനയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ ചെയ്യുന്നതിനകത്ത് നിന്ന് കിട്ടുന്ന വളരെ നിസ്സാരമായ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അവർ ഞാൻ മറ്റൊരു വിവാഹത്തിനെ കുറ്റപ്പെടുത്തി പറയണമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. എങ്കിലും ഞാൻ പറയാം, അവർ ദേഹം വിറ്റ് ജീവിക്കുന്നു. ഞാൻ തുടക്കത്തിൽ കാണിച്ച ആൾക്കാരൊക്കെ അവർ ചെയ്തത് ആ തരത്തിലായിരുന്നു. അത് അവരുടെ തൊഴിലിൻ്റെ ഉപജീവനത്തിൻ്റെ ഭാഗമായിരുന്നു. മിയ ഖലീഫ ആണെങ്കിലും ഈ പറയുന്ന മറ്റ് പുള്ളിക്കാരത്തി ആണെങ്കിലും നമ്മുടെ സണ്ണി ലിയോണി ആണെങ്കിലും അവരെ പേര് മറക്കാനേ പാടില്ലാത്തതാണ്. എന്നാലും ഞാൻ മറന്നുപോയി, സോറി, തണ്ണിച്ച് ചെയ്യുന്നത് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നഗ്നതാ പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ ഒരു ചെയ്യുന്ന സമയത്ത് അതെല്ലാം കാണിച്ച സമയത്ത് കുഴപ്പമില്ല. ഈ ഒരു രേണുസുതിക്ക് ആ ഒരു തീരുമാനം എടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? അവരത് ചെയ്തു, ഈ നിമിഷം വരെ ചെയ്തു. അവർ പബ്ലിക്കിൽ പൊതു മണ്ഡലത്തിൽ നിന്നുണ്ടല്ലോ ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ കഴിഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ അതൊരു കല്യാണം, ഫേക്ക് കല്യാണം കൊണ്ടുവന്നു. അതിനകത്ത് അവൻ്റെ ആ ഒരു സാധനം കണ്ടപ്പോഴേ തോന്നി അവൻ മനഃപൂർവ്വം മുതലെടുപ്പ് പരിപാടി കാണിച്ചതാണ്, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു. ഞാൻ അതുകൊണ്ടാണ് മിസ്ലീഡ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർത്തത്. അന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീയെ ദയവായി നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളെ സൂക്ഷിക്കുക എന്നുവെച്ചാൽ വേറെ തരത്തിലല്ല, അതായത് നിങ്ങൾ ചൂഷണത്തിന് നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത് തന്നെ പറയാനുള്ളൂ. കൊളാബിന് കിട്ടിയ ഡ്രസ്സ് കിട്ടിയത് എവിടെ നിന്നാ? ഇനി മറ്റ് ഞാൻ ഒരു കുഞ്ഞാവെ എടുത്തുകൊണ്ട് രേണുസുതി അതിൻ്റെ താഴെ നോക്കട്ടെ. ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് എങ്ങനെ നടന്നാലും ആളുകൾക്ക് കുഴപ്പമില്ല, ആ കുട്ടിക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, അതിൻ്റെ മനസ്സ് സന്തോഷം കിട്ടുന്ന പോലെ അത് ജീവിക്കും. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇത് എന്തിനാണ് ഇവരിത് ഇവരുടെ ഹെയ്റ്റ് എന്ന് വെച്ചാൽ ഒരു അൺവാണ്ടഡ് ഹെയ്റ്റാണ്. ഒരു തരത്തിലും ആ സ്ത്രീ ഒന്നും ചെയ്യുന്നില്ല, അൺവാണ്ടഡ് ആണ്. ഓക്കെ, അത് വ്യക്തമായ കമൻ്റ് അല്ലേ? ഇവരുടെ ഭർത്താവ് ഒരു ഭാര്യ മരിച്ചിട്ട് ഭർത്താക്കന്മാർ എങ്ങനെ നടന്നാലും കുഴപ്പമില്ലല്ലോ. ആരെങ്കിലും ഒരു ചോദ്യം ചെയ്യൂ, എൻ്റെ ഭാര്യ മരിച്ചതല്ലേ, അവരെന്തിനാ ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇവരെ കുറ്റപ്പെടുന്ന ഒരാളെങ്കിലും, ഒരു ഭാര്യ മരിച്ച ഭർത്താവ് അവനെ എങ്ങനെ തോന്നിയ ദിവസം കാണിച്ച് വെള്ളം അടിച്ച് ചിലപ്പോൾ വല്ല ഓടയിൽ കിടക്കുമായിരിക്കും, മറ്റ് പല പരിപാടികളും ചെയ്തായിരിക്കും. അവിടെ എവിടെയെങ്കിലും നിൻ്റെ ഭാര്യ മരിച്ചതല്ലേടാ, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമോ? ഒരാളും ചോദിക്കത്തില്ല. ബിക്കോസ് എന്താ, അത് നമ്മുടെ ഒരു പ്രിവിലേജ് പരിപാടിയാണല്ലോ, സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം. അതൊന്നും ശരിയല്ല കേട്ടോ, അതൊന്നും അത്ര നല്ല പരിപാടിയല്ല. രേണുസുതി വളരെ മാന്യമായിട്ട് എതിർക്കുന്നവരുണ്ട്. അവരുടെ മെയിൻ പ്രധാന കാര്യം എന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ എന്നാണ്. സുധിച്ചേട്ടൻ, ഞാൻ ചോദിക്കട്ടെ, സുധിച്ചേട്ടൻ ഒരു കുറച്ച് സംഭവങ്ങളിനകത്ത് കണ്ടതിനപ്പുറം സമൂഹത്തിനകത്ത് എന്തെങ്കിലും തരത്തിൽ വലിയ പരിവർത്തനം നടത്തിയ വലിയ വ്യക്തിത്വമാണോ എനിക്കറിയില്ല. ഞാൻ അയാളെ തള്ളി പറയുന്നതേ അല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? ഈ കമൻ്റ് ഇടുന്നവർ, ഇവർ തെറി പറയുന്നവർ ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു പ്രാവശ്യം തെറി പറയുന്നതിനപ്പുറം ഒരു 10,000 രൂപ ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചവർ രക്ഷപ്പെടുത്തി കളയാം എന്ന് തീരുമാനിച്ചാൽ അവരുടെ ജീവിതം ചിലപ്പോൾ രക്ഷപ്പെടും. അങ്ങനെ ചെയ്യാൻ ആരും തയ്യാറാവും? സുധിച്ചേട്ടൻ്റെ സ്നേഹം ഒരു മുതലക്കണ്ണീരാണോ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സുധിച്ചേട്ടൻ എന്ത് സുധിച്ചേട്ടൻ? ഈ പറയുന്നവരെല്ലാം സുധിച്ചേട്ടനോട് ഭയങ്കര അടങ്ങാത്ത സ്നേഹം കാരണം ആ മരണത്തിന് ശേഷം അയാളെ വാഴ്ത്തിപ്പാടുന്നതല്ലേ, ഭയങ്കര സ്നേഹമല്ലേ അദ്ദേഹത്തിനോട്? ഇന്നും അദ്ദേഹത്തിന് ഊടിന് ഉറക്കത്തിലൊക്കെ ചിന്തിച്ച് നടക്കുന്നതാണോ? വളരെ നല്ലത്, ഇങ്ങനെയാണ് കുട്ടികളെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നതിന്. ഓക്കെ, അത് ആക്കിയതാണ്. ഈ കൃഷ്ണനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന സാധനമുണ്ട്, അതിനകത്ത് ഇനി എന്താണാവോ? ആരെന്ത് പറഞ്ഞാൽ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴും സമാധാന സന്തോഷം കൊടുത്തല്ലോ, അപ്പോൾ നല്ലതേ വരുള്ളൂ. ഗോഡ് ബ്ലെസ് യു ചേച്ചി. എന്തിനാ എല്ലാവരും ആ കൊച്ചിനെ കളിയാക്കുന്നത്? സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് അടിപൊളിയാണ്, ഒന്നും പറയില്ല. പക്ഷേ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മറ്റൊരു സംഭവം. നാട്ടുകാരെങ്ങനെയുണ്ട്? നമ്മളെ ജീവിക്കുന്ന എൻവയോൺമെന്റ് കറക്റ്റാ, അത് ഞാൻ ചോദിച്ചു. നാട്ടുകാരെങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ, നാട്ടുകാർ സപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. ഫേസ്ബുക്കിൻ്റെ സാധാരണ തെറി വരാനുള്ളതാണ്, ഫേസ്ബുക്കിനകത്താണ് നാട്ടുകാർ സപ്പോർട്ടാണെന്ന്. പോടി കണ്ട,
നമ്മൾ ഒരു മറ്റൊരു യൂണിവേഴ്സിലേക്ക് വന്നതുപോലെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ഇനി അടുത്തുള്ള കമൻറ്റുകളെല്ലാം ഇതിനെക്കാട്ടിൽ അപ്പുറമായിരിക്കും. നാട്ടുകാർ സപ്പോർട്ടാണെന്ന് പോടി ഇരുന്ന് തള്ളാതെ, നിന്നെ കണ്ടാൽ പോലും ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യില്ല, അത് ശ്രുതി ഉള്ളപ്പോൾ പോലും. കണ്ടോ ഈ ഇരട്ടത്താപ്പ് കണ്ടോ? ഇവിടെ ഇതിനപ്പുറത്തിന് ഒന്നും പറയാനില്ല. അതായത് നാട്ടുകാർ സപ്പോർട്ടാണെന്ന് പോടി ഇരുന്ന് തള്ളാതെ. ഈ സ്ത്രീ വന്ന് അവർ അമ്പാടിയോ എന്തോ അവർ കമൻറ്റ് ഇടുന്ന ആ സ്ത്രീ കണ്ടു, എന്നിട്ട് പറയുകയാണ് നിന്നെ കണ്ടാൽ പോലും ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യില്ല. എപ്പോൾ പിന്നെ ഈ വീഡിയോ അവർ പ്ലേയും ചെയ്ത് ആ വീഡിയോ പൂർണ്ണമായിട്ടിരുന്ന് കാണുകയും ചെയ്ത് കണ്ടതിന് ശേഷം എൻ്റെ താഴെ നിങ്ങളെ കാണത്തില്ല എന്നും പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും ലാസ്റ്റ് പറഞ്ഞ ആ ഒരു വാക്കിലുണ്ട്, ഇതാണ് മനോഭാവം, പൊതുസമൂഹത്തിൻ്റെ മൊത്തം മനോഭാവം. എന്താ അറിയാമോ? നിന്നെ കണ്ടാൽ പോലും ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യില്ല, അത് ശ്രുതി ഉള്ളപ്പോൾ പോലും. പിന്നെ എന്താണ് പ്രശ്നം? അവരെ കണ്ടാൽ പോലും മിണ്ടത്തില്ല, ശ്രുതി ഉണ്ടായിരുന്നപ്പോഴും മിണ്ടത്തില്ല, ശ്രുതി മരണപ്പെട്ടതിന് ശേഷം മിണ്ടത്തില്ല, എന്നാൽ അവരുടെ വീഡിയോ കാണത്തുമില്ല, എന്നാൽ അവർ തെറി പറയുകയും ചെയ്യും. അത് എന്തൊരു മനോഭാവോടെ, എന്തോ സംഭവം? അത് സൈക്കോസിസ് ആണോ? ആ കാർക്കൂന്ത് എല്ലായിരുന്നതിൽ അമ്മച്ചി പെട്ടേനെ. കണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞത്, എന്തിനാ ഇങ്ങനെ ഒരു കാര്യം മറക്കാതിരിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു കാര്യം മറക്കാതിരിക്കുക? ശ്രുതിയുടെ ഭാര്യ എന്ന ലേബൽ ചീത്തയാവാതെ നോക്കുക. ഡ്രസ്സ് മെനക്കെട്ടാൽ ആരും ഒന്നും പറയില്ലല്ലോ. നമുക്ക് കേൾപ്പിക്കാൻ പാടാണ്, ചീത്ത കേൾപ്പിക്കാൻ 1 മിനിറ്റ് വേണ്ട. അയ്യോ പടച്ചോനെ, പണ്ടത്തെ നോക്കിയ 3310 മതിയായിരുന്നു, അതാകുമ്പോൾ പാമ്പ് ഭക്ഷണം കഴിച്ച് വളർന്നത് കണ്ടാൽ മതിയായിരുന്നു, ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല പുരോഗമനവാദി അല്ല ഈ എന്താ പറയുക, മറ്റേ ടീമുണ്ടല്ലോ, ഏത് ടീം? സദാചാരവാദി. ശ്രുതി ഇതുപോലത്തെ ഒരു സാധനത്തിനാണല്ലോ കെട്ടിയത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? സത്യമെന്ന് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ട് ആ മുടി പിടിച്ചിടുന്നത് എന്തിന്? അത് വീട്ടുകാരോട് പറഞ്ഞ്. സോ ഇതുപോലെയാണ് ഇവർക്ക് ഇതിന് ശേഷം വരുന്ന കമൻസുകൾ. കാണിച്ചു തരാം. അവർ ഉദ്ഘാടനത്തിന് ഒന്നാണ്. ഈ ഡ്രസ്സിനകത്തൊക്കെ ഇതിനകത്ത് എന്ത് തരം ബുദ്ധിമുട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? എന്തെങ്കിലും വിങ്ങിപ്പൊട്ടുന്ന മറ്റു മനുഷ്യൻ്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? സിനിമ കാണുന്നവരല്ലേ നമ്മൾ, സിനിമാ സീനുകൾ കാണുന്നവരല്ലേ നമ്മൾ. കോവളം ബീച്ച്, തുറമുഖമല്ലല്ലോ, ഈ നമ്മുടെ ബീച്ച് സൈഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വിദേശികളും മറ്റുള്ള സ്വദേശികളൊക്കെ അവരുടെ ഈ കിടക്കുന്നതൊക്കെ കാണുന്നവരല്ലേ നമ്മൾ. ഷോർട്ട്സ് ഇട്ട് തീയായ പെണ്ണിനെ തീയാവുക പെണ്ണെ, നീ ഇനിയും തീയാവുക, ഇനിയും കുറയ്ക്കുക എന്നൊക്കെ പറയുന്നവരല്ലേ നമ്മൾ. അവിടെ ഇവിടെയും എല്ലാം കാണും, രസിക്കും, ആസ്വദിക്കും. ഇതിനകത്ത് ആ സ്ത്രീ അങ്ങനെ കാണിക്കുന്നുമില്ല, എന്നാൽ അവർ കുറ്റം പറയുന്നതിന് ഒരു മടിയുമില്ല. ഇത് അവരൊരു ഒരിടത്ത് ഉദ്ഘാടനത്തിന് പോയതാണ്. ഈ പല ഉദ്ഘാടനങ്ങളും ഉണ്ടല്ലോ, പല ഉദ്ഘാടനത്തിലൂടെ സമ്പാദിക്കുന്നവരുണ്ടല്ലോ, അവർ കുറച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടറേ. എന്താണ് അതിനകത്ത് കാണിക്കുന്ന തെറ്റ്? അയ്യോ ഇവളെന്താ വലിയ സംഭവം പോലെ ഇടയ്ക്കിടെ മുടി കൊണ്ട് മാറന്ന് മറച്ച് ഈ ചാല് കാണുന്ന ഉടുപ്പിടുമ്പോൾ അറിയില്ലായിരുന്നു വലിയ പവിത്രത. അൾട്ടിമേറ്റ്ലി ദ ഇഷ്യൂ ഈസ് ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. ദാറ്റ് ഇസ് ദ ഇഷ്യൂ. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് റേസിസം. നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് സീരിയസ്ലി നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ദിസ് ഈസ് അൾട്ടിമേറ്റ്ലി റേസിസം, ഡിസ്ക്രിമിനേഷൻ. അവരുടെ ബ്യൂട്ടി, അവരുടെ സൗന്ദര്യമില്ലായ്മ, അതാ പ്രശ്നം. ഇവർ പറയുന്ന രീതിയിലേക്കുള്ള സൗന്ദര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, വളരെ ഭയങ്കരമായിട്ടുള്ള കളറും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു, ചില മറ്റേ മുന്നും പിന്നുമൊക്കെ നല്ല രീതിയിൽ ഉള്ള തരത്തിലേക്കൊക്കെ ആയിരുന്നുവെങ്കിൽ രേണു ചേച്ചി എന്ന് വിളിച്ച് വന്നേനെ. ആ സ്ത്രീ അത്രത്തോളം ഇവർ ഈ പറയുന്ന രീതിയിലുള്ള ഇറച്ചിയുള്ള ഒരാളല്ല, നിറമുള്ള ആളല്ല. അതല്ലാതെ എന്ത് കാരണമുണ്ട് അവർ തെറി പറയാൻ? നമ്മുടെ ശ്രുതിച്ചേട്ടനുള്ള സ്നേഹമാണോ ഇവർ തെറി പറയുന്നേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? കാലത്തിൻ്റെ ഒരു പോക്കെ. ശ്രുതി മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇവൾ, സ്വന്തം മാറ് മറയ്ക്കാൻ സമരം നടത്തി. അടിപൊളി. അവർ ഓട്ടോ ഇരിക്കുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർ ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു, എടുത്തോട്ടെന്ന് ചോദിക്കുന്നു, അവരെടുക്കുന്നു. അവർ മുടി ഇങ്ങനെ ഇടുന്ന സംഭവത്തിന് വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നു. ഇടേ അവർ ആ മുടി സ്ട്രെയിറ്റ് ചെയ്തേക്കുന്നതാ. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ സ്ട്രെയിറ്റ് ചെയ്ത മുടി ഉള്ളവരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. സ്ട്രെയിറ്റ് ചെയ്ത മുടി, അതിന് നമ്മുടെ എന്തൊരു സാധനമുള്ള കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കുളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് മുടിയാണെങ്കിൽ ആകപ്പാടെ അതിന് ശേഷം ഉള്ള ഓരോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ വരും. ഇങ്ങനെ ആക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വരും. ഇവിടെ ഞാൻ വളർത്തുന്ന മുടി എനിക്കിത് അയച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ലല്ലോ ഈ സാധനം. ചില വീഡിയോയിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ മുടി കെട്ടിവെക്കാനുള്ള റീസൺ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ കൂടെ വായിക്കാത്തൊന്ന് കയറും. അതുകൊണ്ടാണ്. സോ ഗൈസ്, നിങ്ങൾ
സുധിയേട്ടനോടുള്ള സ്നേഹമായിരിക്കാം, അവരോടുള്ള വെറുപ്പ് പക്ഷേ തെറ്റാണ്. അവരതിനു വേണ്ടിയിട്ട് ഒന്നും കാണിക്കുന്നില്ല. അവരെങ്കിലും മറ്റേ പോൺ മൂവി ആക്ട്രസ് ആയിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി എങ്കിൽ പോലും ഇത് തൊഴിലാണ്. ഈ മിയാ ഖലീഫയും അത് സണ്ണിയൊക്കെ ഉയരാണെങ്കിൽ ഇവരെ ചേർത്ത് വിളിക്കാതിരുന്നാൽ മാത്രം മതി. ഇവരെ ഉയരെന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പ്രശ്നം അവരുടെ സൗന്ദര്യത്താണ് നിങ്ങളുടെ പ്രശ്നം. നമ്മുടെ സമൂഹ മണ്ഡലത്തിൻ്റെ അകത്ത് എന്താ പറയുക, ഇവരെന്താ ഇങ്ങനെ, ഇതാ ചോദ്യം ഇതാ, ഇവരെന്താ ഇങ്ങനെ, കൊള്ളത്തില്ല. നമ്മളെല്ലാവരും ഒന്ന് കണ്ണാടി നോക്കണം. നമ്മളും കണ്ണാടിയിൽ നോക്കണം. നമ്മൾ ഒരു വിരലില്ലാത്തവനാണ്, അല്ല ഒരു കൈയില്ലാത്തവനാണ് ഒരു വിരലില്ലാത്തവനെ കളിയാക്കുന്നത്. തൻ്റെ കാലിലെ മന്ദം വെച്ചിട്ടാണ് മറ്റുള്ളവൻ്റെ ചെറിയ മുറിവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കളിയാക്കുന്നത്. സോ നമ്മുടെ വ്രണം മനസ്സിനകത്താണ്, അത് മാറണം. പിന്നെ ഇന്നത്തെ കാലത്ത് മാത്രമേ ഈ കുറച്ച് കാലം കൂടെയൊക്കെ ഈ പരിപാടി നടക്കുകയുള്ളൂ. ഇനി കുറച്ച് അടുത്ത ജനറേഷനിലേക്ക് വന്നില്ലേ, അവർക്ക് ഇതൊക്കെ വളരെ നോർമലാണ്. ഒരു സ്ത്രീയുടെ ഈ ചെറിയ അവിടെ എവിടെയും കാണുന്ന സമയത്തൊന്നും മറ്റേ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇനിയുള്ള തലമുറ ജനിക്കുന്ന പിള്ളേർ. വളരെ നോർമലാവും, ആവണം. ന്യൂഡ് ബീച്ചുകളുണ്ട്, അവിടെയുള്ള ആൾക്കാർ 24/7 അവിടെ ന്യൂഡായിട്ടാണ് നടക്കുന്നത്. ആ നടക്കുന്നിടത്തൊന്നും അവർക്ക് മറ്റേ 24 hours ഇതായിട്ട് മറ്റേ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല അവരാരും. കണ്ടിട്ടുടനെ ദാരിദ്ര്യം തന്നെയാണ്. പിന്നെ അവരുടെ മൊത്തത്തിലുള്ള കൺസേൺ അനുസരിച്ചിട്ടുള്ള അതിലേക്കൊന്നും അവരില്ല. അതൊരു കുറ്റമായിട്ട് കാണുകയാണ്. ഈ സമൂഹത്തിൻ്റെ അകത്ത് തന്നെയാണ് വെളുത്തിട്ട് പാറെന്ന് പറയുന്നത്. ഒരുപാട് നിറം കുറഞ്ഞിട്ടുള്ള, നിറം എന്ന് വെച്ചാൽ എന്താണ്, മെലാനിൻ ആ സാധനം കൂടിയും കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം കാണുന്ന ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് പോലും നമ്മൾ കളിയാക്കും, പരിഹസിക്കും, മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്യും, അതിൽ ആനന്ദം കണ്ടെത്തും. നമ്മൾ നമ്മുടെ കണ്ണാടിയിലേക്കൊക്കെ പോയി നമ്മളെ കൂടെ കുറിച്ചൊരു ധാരണ വച്ചേക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ ഇങ്ങനെ പറയുമ്പോൾ രേണുസുതി കാണുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അവർ പറഞ്ഞു അവരുടെ മകനോട് മാത്രമേ ചോദിക്കാറുള്ളൂ, മകൻ ഇഷ്ടപ്പെട്ടു, മകൻ ഒരു വർക്ക് വരുമ്പോൾ മകനോട് പറയും, മകൻ ഓക്കെ പറയും, പോവും. അതിനപ്പുറത്ത് വേറെ ആര് വേണം? അവരാരെ നോക്കണം? സമൂഹത്തിനെയോ? സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.